നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. എല്ലാവർക്കും ആദ്യമായിട്ടൊരു ശുഭദിനം നേരുന്നു. ഇന്നത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബുധനാഴ്ച ദിവസം അവധിയാണ്. ലേബർ ഡേ കാരണം മാർക്കറ്റ് അവധിയാണ്. അന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ചൊവ്വാഴ്ച ദിവസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ചൊവ്വാഴ്ച ദിവസം തന്നെ NSEയിലെ 2 ഇൻഡെക്സിൻ്റെ എക്സ്പയറി ഉള്ള ഒരാഴ്ചയാണ്. ഫിൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഏറെക്കുറെ ഓൾമോസ്റ്റ് സിമിലർ കമ്പനീസാണ് ഉള്ളത് 2 ഇൻഡെക്സിലും എന്നുള്ളതാണ്. ഇനി ഇന്നത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിൽ FISൻ്റെ ഭാഗത്തു നിന്ന് ഏകദേശം അവർ നടത്തിയിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു ഡബിളാണ് DIs ബൈ നടത്തിയിരിക്കുന്നത്. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ 20,000 കോടി രൂപയുടെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ഉണ്ടായിരുന്ന ഒരാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഇടിവും അല്ലെങ്കിൽ കമ്പനികളുടെ റാലിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി പെൻഡിങ് ഉള്ള അതെല്ലാം തന്നെ മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പെൻഡിങ് ഉള്ള കാര്യങ്ങളിലേക്ക് വരാണെങ്കിൽ ICICI ബാങ്കിൻ്റെ റിസൾട്ട്, അല്ലെങ്കിൽ മാരുതിയുടെ റിസൾട്ട്, RBLൻ്റെ റിസൾട്ട്, യെസ് ബാങ്കിൻ്റെ റിസൾട്ട്, ഇതൊന്നും തന്നെ റിഫ്ലക്റ്റ് ആയിട്ടില്ല മാർക്കറ്റിൽ. അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്നുള്ളത്. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്ലോബൽ അവസ്ഥയിലേക്ക് നോക്കുകയാണെങ്കിൽ, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. US മാർക്കറ്റിലെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് 3 പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നമുക്കുള്ള ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഫ്രൈഡേ ക്ലോസ് കാണാം. ഏകദേശം ഒരു 22,575 നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉള്ളത്. കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഇത് ഏപ്രിലെ ഫ്യൂച്ചർ ഓൾറെഡി തന്നെ എക്സ്പയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ള മെയ്യിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ അത് അതിൻ്റെ ക്ലോസിംഗ് ഉണ്ടായിരുന്നത് ഏകദേശം 22,600 എന്ന റേഞ്ചിലായിരുന്നു. അപ്പോൾ 22,650 ഇപ്പോൾ ഉള്ളത്. ഫ്യൂച്ചറിൻ്റെ സ്പോട്ട് ഇപ്പോൾ ഉള്ളത് 22,650. അതായത് വെള്ളിയാഴ്ച ക്ലോസിംഗിൽ നിന്ന് ഒരു 50 പോയിൻ്റ് ഉയർന്ന രീതിയിലാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇനി ഓപ്പൺ ചെയ്യാനായിട്ട് ഇനിയും സമയമുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് കുറച്ച് സമയം, ഒരു ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഫ്ലാറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു 50 പോയിൻറ്റിൻ്റെ അപ്പായിട്ടോ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. വരുമെന്ന് കോൺക്രീറ്റ് ആയിട്ട് നിയമമൊന്നുമില്ല, എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി പ്രധാനമായിട്ടും ഒരുപാട് റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വരുന്ന കമ്പനീസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അൾട്രാടെക് സിമൻറ്റ്, ബിർള സോഫ്റ്റ്, കാൻഫിൻസ് ഹോംസ്, ഫെഡറൽ ഫിനാൻസ് സർവീസ്, കെഫിൻ ടെക്നോളജി, KPT ടെക്നോളജി, PNB ഹൗസിംഗ് ഫിനാൻസ്, പൂൻവാല ഫിൻകോർപ്പ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ടാറ്റ കെമിക്കൽ, ട്രെൻഡ്, UCO ബാങ്ക് തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. ഇനി പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ ഐക്കോൺ ഇൻ്റർനാഷണൽ 1,198 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. അജന്ത ഫാർമ ഇവർ ഷെയർ ബൈബാക്ക് ചെയ്യുകയാണെന്നുള്ള ഒരു ന്യൂസാണ്. മെയ് 2 ഇവരുടെ ബോർഡ് മീറ്റിങ്ങിന് ഇതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും. IRDA കമ്പനിക്ക് നവരത്ന സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്, പബ്ലിക് എൻ്റർപ്രൈസസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ശക്തി പമ്പ് ഇവർ 2 കോടി രൂപയിൽ നിന്ന് 89 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തി. ICICI ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 17% ഉയർത്തി 10,708 കോടി രൂപ ഇവിടെ ആദായം ഉയർന്നിട്ടുണ്ട്. ജയപ്രകാശ് പവർ കമ്പനി 43 കോടി രൂപ ലോസിലുണ്ടായിരുന്ന കമ്പനി 588 കോടി രൂപ പ്രോഫിറ്റിലേക്ക് ഇവർക്ക് ആദായം ഉയർത്താൻ സാധിച്ചു. TVS മോട്ടേഴ്സ് ഇവരുടെ iQube എന്ന് പറയുന്ന EV ബൈക്ക് ഫിലിപ്പീൻസിൽ ഇതിൻ്റെ ബിസിനസ് വിപുലീകരണം നടത്താനായിട്ട് കമ്പനി തീരുമാനിച്ചു. മാരുതി രാജ്യത്തിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള കമ്പനി, നെറ്റ് പ്രോഫിറ്റ് 3,878 കോടി രൂപ, 47% ആണ് ഇവരുടെ നെറ്റ് പ്രോഫിറ്റിലെ ഉയർച്ച. IDAനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഐഡിയയിൽ ഏകദേശം ഒരു 144 കോടി ഷെയർ, അതായത് ഏകദേശം ഒരു 2.87% ഷെയർ, അഥവാ 18,040 കോടി രൂപ വർത്ത് വരുന്ന ഷെയർ. ഈ ഷെയർ ഇവരുടെ മേജർ പ്രൊമോട്ടർ ഗ്രൂപ്പായിട്ടുള്ള ATC ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ള ന്യൂസാണ്. SBI ലൈഫ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 810 കോടി രൂപയാണ്, 4.5% ഒരു ഗ്രോത്താണ് കണ്ടിട്ടുള്ളത്. RBL ബാങ്ക് 351 കോടി രൂപ
ഇവർ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയപ്പോൾ ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നിന്ന് 51 ഇയർ ഓൺ ഇയറിൽ നിന്ന് 30% വർധനവ് ലഭിച്ചു. ക്രാഫ്റ്റ്മാൻ ഓട്ടോ 77 നിന്ന് 62 കോടി രൂപ പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. യെസ് ബാങ്ക് ആണ് 200 കോടി രൂപയിൽ നിന്ന് 450 കോടി രൂപയിലേക്ക് ആദായം ഉയർത്തിയത്. മറ്റുള്ള സ്റ്റോക്ക് ന്യൂസുകൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക്, IPO ഡീറ്റെയിൽസ്, റിസൾട്ട് അനൗൺസ്മെൻറ്റ്, റിസൾട്ട് കലണ്ടർ, FNO ബാൻ, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മുടെ bismate.com-ൻ്റെ ട്രേഡിംഗ് സെക്ഷനായിട്ടുള്ള ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന ടാബിലുണ്ട്. ഈ ഒരു ട്രേഡ് ബഡ്ഡി ടാബ് മാത്രം നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ മാത്രം ആപ്പുണ്ട്, ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ കാര്യങ്ങളിലേക്ക് പോകാം. ഗ്ലോബൽ മാർക്കറ്റ് ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 63, അതിന് താഴെ ഗോൾഡ് $10 ഇടിഞ്ഞ് 2328, ബ്രന്റ് ഓയിൽ 88, ഓസ്ട്രേലിയ പോസിറ്റീവ്, ചൈന ഫ്ലാറ്റ്, കൊറിയ ജപ്പാൻ പോസിറ്റീവ്, ഡോ ഫ്യൂച്ചർ പോസിറ്റീവ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഫ്ലാറ്റാണ്, ഓൾമോസ്റ്റ് പോസിറ്റീവാണ്. ഇൻഫോസിസും വിപ്രോ എല്ലാം തന്നെ കാണാം. ICICI ബാങ്കിൻ്റെ റിസൾട്ട് പ്രത്യേകിച്ച് വലിയ ചലനങ്ങളുണ്ടെങ്കിൽ മാത്രം ഇത് നോക്കിയാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ നിഫ്റ്റി സ്പോട്ട് 22,419. ആ ബ്ലാങ്ക് കാണുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ ഡിക്രീസ് ആയതാണ്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ആളുകളെല്ലാം തന്നെ പൊസിഷൻ എല്ലാം തന്നെ കുറച്ചതാണ് കാണാൻ സാധിക്കുന്നത്. എനിവേ 22,400 സ്പോട്ടുള്ളത്. 22,500 മേജർ റെസിസ്റ്റൻസ്, 22,600 റെസിസ്റ്റൻസ് സോൺ, 22,000 സപ്പോർട്ട് സോൺ ഉള്ളത്. ഇത് സെൻസിബിൾ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമാണ്. സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സെൻസിബിൾ ഫ്രീ ആണ്. സെൻസിബിൾ ഇപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെറോദ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് ഫ്രീ ആണ്. സെറോദ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി നോക്കാം. ഫിൻനിഫ്റ്റി സ്പോട്ടുള്ളത് 22,309 PCR 0.77. ആദ്യത്തെ റെസിസ്റ്റൻസ് 21,400, 500 20,000 20,900 മേജർ സപ്പോർട്ട് സോൺ ഉള്ളത്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെയും ഫിൻനിഫ്റ്റിയുടെയും ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടു, ഗ്ലോബൽ മാർക്കറ്റ് കണ്ടു. ഗ്ലോബൽ ഈവൻറ്റ് നമ്മൾ ഇന്നലെ, അതായത് ഞായറാഴ്ച ദിവസം നമ്മളത് ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. US നിന്ന് അവിടുത്തെ പലിശ നിരക്ക് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ വരുന്ന ഒരാഴ്ചയാണ്. അതൊക്കെ ഈ ഒരു ആഴ്ച ഇൻക്ലൂഡാണ്. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേഡ് ബഡിയിൽ ഗ്ലോബൽ ഈവൻറ്റിലുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ നോക്കി മനസ്സിലാക്കി അതനുസരിച്ച് വേണം നമ്മൾ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാൻ. ഓൾറെഡി തന്നെ വിക്സ് വളരെ ലോവർ ആയ ഒരു സിനാരിയയിലാണ്. ഏത് നിമിഷവും സ്പൈക്ക് ആവാം. നമ്മുടെ കയ്യിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പ്രശ്നമാവും. നമ്മൾ ഗ്ലോബൽ ഈവൻറ്റ് കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് നഷ്ടം ഉണ്ടാകുന്നത് ട്രേഡിംഗ് ടൈമിൽ നിഫ്റ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അല്ല നഷ്ടം ഉണ്ടാകുന്നത്. ആളുകൾക്ക് കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത് ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് ഡേ വരുന്ന അത് ഗ്യാപ്പ് ഡൗൺ ആവാം, ഗ്യാപ്പ് അപ്പ് ആവാം, രണ്ടായാലും ആളുകൾക്ക് ലോസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഓവർനൈറ്റ് റിസ്ക് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത്തരത്തിൽ ഓവർനൈറ്റ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യണമോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തുന്നത് നമ്മളുടെ ഗ്ലോബൽ ഈവൻറ്റ് ഒക്കെ വെച്ചാണ്. എനിവേ വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് എത്താം. താങ്ക് യു.